പ്രൈസ് ദി ലോർഡ്. നമ്മൾ 2 ദിവസമായിട്ട് ദിവസത്തിലിരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ സന്തോഷ് ബാറിൻ്റെ കുഞ്ഞുങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും ഇതേ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പം ചില സമയത്ത് അവർ വളരെ സ്ട്രോങ്ങാണ്, വളരെ വിശ്വാസവും ധൈര്യവും. പക്ഷേ പിന്നെ കാണുമ്പം അവരാകപ്പാടെ നിരാശരും ഭയപ്പെടുന്നവരൊക്കെ ആയിട്ടാണ് കാണുന്നത്. കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും സ്ഥിതി ഏകദേശം അങ്ങനെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മൾ ഈയൊരു ഇതാരംഭിച്ച് 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ എന്നുള്ളൊരു വചനം ബ്രദർ പറഞ്ഞുകൊണ്ടായിരുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചുകൊണ്ടായിരുന്നു ഈ കാര്യം തുടങ്ങിയത്, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. ഞാൻ ഇതിൻ്റെ 1-ാമത്തെ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതിങ്ങനെ നമ്മൾ വായിക്കുന്ന, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നെന്ന്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെന്ന് എത്തിപ്പെടുന്നത് ഈ സ്നേഹത്തിലല്ല, എത്ര വലിയ കൽപ്പനകൾ തന്നിരിക്കുന്നുള്ളൊരു തലത്തിലാണ് നമ്മൾ ചെന്ന് പെടുന്നത്. 1 യോഹന്നാൻ 5:3 നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ അവനോടുള്ള സ്നേഹം, അവൻ്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ പലപ്പോഴും നമുക്ക് ഈ കൽപ്പനകളൊക്കെ ഭയങ്കര ഭാരമുള്ളതായിട്ടാണ് ഇരിക്കുന്നത്. പലപ്പോഴും സഭകളിൽ നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുന്ന കീഴടങ്ങുക, അനുസരിക്കുക ഇല്ലേ, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭാരമാണ് തോന്നുന്നത്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ വായിച്ച 3:1 വായിക്കുന്ന, പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മളവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിന് പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ മുൻനിയമിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ തുടർന്ന് വായിക്കുമ്പം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ 5-ാമത്തെ വാക്യങ്ങളിൽ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. തുടർന്ന് എഫേസ്യ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെ നമ്മൾ കേട്ടിരുന്നു ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ബ്രദർ സംസാരിച്ച് ആ വാക്യം വായിച്ചിരുന്നു. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും. അതുപോലെ 1 തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായത്തിൽ അവിടെ അപ്പോസ്തലൻ പറയുമ്പം ഒരു കാര്യം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 1 തീമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അതുപോലെ 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും
എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവ് യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവം പിതാവായതിൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നൊരു കാര്യം ദൈവസ്നേഹത്തെ അറിയുക എന്നുള്ളതാണ്. യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് എഴുതുമ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതിൻ്റെ 19-ാം വാക്യത്തിൽ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. നമ്മൾ ഈ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അറിയാതെ നമുക്കൊരിക്കലും ഈ വിശുദ്ധീകരണത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. നമുക്കറിയാം, യോഹന്നാൻ 17:3 പറഞ്ഞിരിക്കുന്ന ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 4 എഴുതുമ്പം അതിൻ്റെ 7-8 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കും, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. അപ്പം നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. നമ്മുടെ ക്രിസ്തീയത എവിടുന്ന് ആരംഭിച്ചേ? അല്ലേ, നമ്മൾ പാപികളായി സ്വന്തം വഴിക്ക് നടന്ന സ്ഥാനത്ത് നമ്മൾ ആ ക്രൂശിൻ്റെ ചുവട്ടിലെത്തുന്നു. ഈ പാപത്തിൻ്റെ ഭാരവും നിരാശയും ആകുലവും ഭയവും സംശയമില്ലായിട്ട് ആ ക്രൂശിൽ നമ്മൾ കർത്താവുമായിട്ടൊരു കണ്ടുമുട്ടലുണ്ടാകുന്നു. 1 യോഹന്നാൻ 4:9 നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടത് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. നമ്മൾ ആ ക്രൂശിൽ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടുമുട്ടുന്നു. നമ്മൾ ആ സ്നേഹത്തോടാണ് പ്രതികരിക്കുന്നത്. നമ്മൾ ആ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിയുമ്പം നമ്മൾ മറ്റെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന ഒരാൾക്ക് വചനത്തിൽ ഉപേക്ഷിക്കാനുള്ള എല്ലാ കൽപ്പനകളും ഭയങ്കര സന്തോഷമുള്ളതാണ്. ഒരു ഭാരവും ഇല്ല. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്താൽ കർത്താവിനെ അനുഗമിക്കുമ്പം ഈ വചനമെല്ലാം കൽപ്പനകളെല്ലാം നമുക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. അപ്പം നമ്മുടെ അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് നമ്മൾ ഈ ദൈവസ്നേഹത്തെ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എഫെസ്യർക്ക് എഴുതിയപ്പം ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതി ആഴവും ഉയരവും എല്ലാം എന്താണെന്ന് നിങ്ങൾ സകല വിശുദ്ധന്മാരോട് ഗ്രഹിക്കണമെന്ന് എഴുതിയത്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ എഫെസോസ് സഭയ്ക്ക് എഴുതുമ്പോൾ എന്താ എഴുതിയേ? ഒരു കുറ്റേ പറയുന്നുള്ളൂ: നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ദൈവത്തിന് അവരോടുള്ള സ്നേഹമല്ല, അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം അവർ വിട്ടുകളഞ്ഞു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എഫെസ്യലേഖനം എഴുതിയപ്പോൾ അവരോട് ഈ കാര്യം ഊന്നി എഴുതിയത്: നിങ്ങൾ ദൈവസ്നേഹത്തെ ആഴത്തിൽ അറിയണം. അറിഞ്ഞില്ലേ എന്തു പറ്റും? നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ മത്തായി 24 ഇത് വായിക്കുന്നുണ്ട്: അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ശരിക്കും ദൈവസ്നേഹം നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി അധർമ്മത്തിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യത്തിലേക്ക്, പാപത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുക എന്നുള്ളതാണ്.
ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു പുതിയ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് മാതാവിനെ സ്നേഹിക്കുന്നൊന്നുമില്ല. പിന്നെ ആരാ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്? ആ മാതാവാണ്. ആ മാതാവിൻ്റെ സ്നേഹത്തോട് കുറേ കഴിയുമ്പോൾ അത് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്, തിരിച്ച് സ്നേഹിക്കുന്നത്. നമ്മളും നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ഈ ദൈവസ്നേഹത്തെ അറിഞ്ഞ് നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പം അതാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ അവനോടുള്ള സ്നേഹം. നമ്മൾ ആ സ്നേഹം അറിഞ്ഞ് കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പം അവൻ്റെ കൽപ്പനകളെല്ലാം നമുക്ക് സന്തോഷം നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആണോ? അതോ ഈ കൽപ്പനകളെല്ലാം ഭാരമുള്ളതാണോ? ഓരോ അടിയും തൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യം, കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അപ്പോസ്തലൻ അത് എഴുതുമ്പം അപ്പോസ്തലൻ അത് ആസ്വദിച്ചിട്ടാണ് എഴുതുന്നത്. കർത്താവിനെ തള്ളിപ്പറഞ്ഞ് സഹശിഷ്യന്മാരെ വിളിച്ച് മീൻ പിടിക്കാൻ പോയിടത്ത് കർത്താവ് തേടിച്ചെന്നു. ഒരു കുറ്റപ്പെടുത്തലിൻ്റെ വാക്കുപോലും പറഞ്ഞില്ല. അവർക്ക് അപ്പവും മീനും ഒക്കെ റെഡിയാക്കി വെച്ച് 89-ാം സങ്കീർത്തനത്തിൽ 89-ാം സങ്കീർത്തനം അതിൻ്റെ 30 വാക്യങ്ങൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ്റെ പുത്രന്മാരുടെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എങ്കിലും എൻ്റെ ദയ ഞാൻ അവനിൽ നിന്ന് നീക്കിക്കളയില്ല, എൻ്റെ വിശ്വസ്തയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. മക്കളാണ് എന്തുണ്ട്? എബ്രായർ 12 നമ്മളത് വായിക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യം മുതൽ, എബ്രായർക്ക് ലേഖനം 12-5 മുതൽ ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്ന, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിക്കും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കും. പലപ്പോഴും നമ്മൾ ഭോഷന്മാരായതുകൊണ്ട് നമ്മൾ കർത്താവിനോട് എതിർത്ത് നിൽക്കാറുണ്ട്. സദൃശവാക്യം 12:1 നമ്മളിങ്ങനെ വായിക്കുന്നു, സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായം. മൃഗതുല്യനാ ശാസന വെറുക്കുന്നവൻ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. നമ്മുടെ ജീവിതത്തിൽ ഈ ശാസനയും ശിക്ഷണമൊക്കെ നമുക്ക് ജ്ഞാനത്തെ നൽകുന്നത്. നമ്മളോട് വിലയ്ക്ക് വാങ്ങാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സദൃശവാക്യം 23-23 സദൃശവാക്യങ്ങൾ 23 നമ്മളിങ്ങനെ വായിക്കുന്നു, നീ സത്യം വിൽക്കുകയല്ല, വാങ്ങി എത്ര വേണ്ടത്, ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. ഈ ജ്ഞാനം എങ്ങനെ കിട്ടുന്നത് നമ്മളിപ്പം വായിച്ചു. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. നമ്മളത് വാങ്ങാനാണ് പറയുന്നത്, വിലയ്ക്ക് വാങ്ങാനാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ ശാസനയൊക്കെ വരുന്നിടത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുക. അത് കേൾക്കുന്ന നമുക്ക് ഇഷ്ടമല്ല. അതിൻ്റെ കാരണം
ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുകയല്ല, ഈ പറഞ്ഞ പ്രബോധനം, ജ്ഞാനം, പ്രബോധനം, വിവേകമൊക്കെ സത്യമെല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കും. അത് തരുന്നവരുടെ അടുക്ക ചെല്ലും. നമ്മൾ ഇന്ന് കന്യകമാരുടെ ഉപമയെ വായിച്ചില്ല, അത് വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങാനാണ് പറയുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എബ്രായർ 12-ാം അധ്യായത്തിൽ തുടർന്ന് പറയുമ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം കർത്താവ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തുടർന്ന് താഴോട്ട് നമ്മളിങ്ങനെ വായിക്കുന്നു, 6-ാം വാക്യം മുതൽ, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നുള്ള പ്രബോധനം നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറഞ്ഞു കളഞ്ഞു പോകും. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോകുന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? തുടർന്ന് നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പോലെയും അത്രേ, അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞവരായി നിൽക്കുന്നിടത്താണ് കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടുന്നത്. നമ്മൾ 1 തെസ്സലോനി 3-13-ാമത്തെ വാക്യത്തിൽ വായിച്ചു. അങ്ങനെ കർത്താവ് തൻ്റെ ദൂതന്മാരുടെ പ്രത്യക്ഷതയിൽ നിങ്ങൾ വിശുദ്ധീകരണത്തിൽ അനിന്യരായി തീരുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ ഒരു യാത്രയിലുള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടെത്തിയത് എബ്രായർ 12 നമ്മളത് വായിക്കുമ്പോൾ തൊട്ട് മുകളിലത്തെ വാക്യം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഈ പാപത്തോടുള്ള പോരാട്ടം ആരംഭിക്കുന്ന നമ്മുടെ ചിന്താമണ്ഡലങ്ങളില്ല. പാപം ആരംഭിക്കുന്നതും വിശുദ്ധി ആരംഭിക്കുന്നതും എല്ലാം നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലാണ്. വിക്ടർ ബ്രദർ കഴിഞ്ഞ ദിവസം ഇന്നലെ സംസാരിച്ചും പറഞ്ഞല്ലോ, സാത്താൻ അവൻ്റെ വാലുകൊണ്ട് നമ്മളെ ചുറ്റി വലിച്ച് താഴെയിടും. നമ്മൾ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പം നമ്മുടെ ചിന്തകളെയാണ് ചുറ്റി വലിയുന്നത്. 2 കൊരിന്ത്യർ അപ്പോസ്തലൻ എഴുതുമ്പോൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്ന അതിൻ്റെ 10-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങളിൽ 4-5 വാക്യങ്ങളിൽ, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളെ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ളത് തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ച ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. എപ്പോഴും സാത്താൻ ചിന്തകളിലാണ് ഈ പാപത്തിൻ്റെ വിത്തിടുന്നത്. യാക്കോബ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുമ്പം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടിയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാവം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടും സ്വന്തം മോഹം. ഇപ്പം നമ്മൾ 1 പത്രോസ് 4 വായിക്കുന്നുണ്ട്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് 4-ന്റെ 1 മുതൽ നിങ്ങൾ ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ നമുക്ക് ആ വാക്യം നോക്കാം. 1 പത്രോസ് 4-ന്റെ 1 മുതലുള്ള വാക്യങ്ങളാണത്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സ്വന്തം മോഹങ്ങൾ, ജഡത്തിലാണ് മോഹങ്ങളെല്ലാം വസിക്കുന്നത്. സാത്താൻ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, സഹോദരന്മാരൊക്കെ പറയുന്നത്, ഒരു വീണ്ടും ജനിച്ച ദൈവത്തിനെ നേരിട്ട് സാത്താന് ആക്രമിക്കാൻ പറ്റത്തില്ല. അവൻ എപ്പോഴും ജഡത്തിലൂടെയാണ്, ജഡത്തിലെ മോഹങ്ങളിലൂടെയാണ് നമ്മളെ പരീക്ഷിക്കുന്നത്. നമ്മുടെ ജഡത്തിലുള്ളതെല്ലാം തിന്മയാണ്, ദൈവത്തിനെതിരാണെന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. ആ മോഹങ്ങൾ നമ്മുടെ ചിന്തകളിൽ കൊണ്ടിടുന്നു. ഇപ്പോൾ സാത്താൻ ആ മോഹത്തിൻ്റെ ചിന്തയുമായിട്ട്, അല്ല കോപത്തിൻ്റെയോ ക്രോധത്തിൻ്റെയോ മോഹത്തിൻ്റെയോ കയ്പിൻ്റെയോ വെറുപ്പിൻ്റെയോ
അവിടെ നമ്മൾ ചിന്തയിലാണ് പോരാടുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതിനെ നമ്മൾ സ്വീകരിക്കുന്നില്ല നമ്മുടെ ചിന്തയിൽ, അതിനോട് എതിർത്ത് നിൽക്കുക ചെയ്യുന്നത്. സാത്താനത് വീണ്ടും 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 കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കും, നമ്മളതിനോട് എതിർത്ത് നിൽക്കും. അങ്ങനെ എതിർത്ത് നിൽക്കുമ്പോൾ മോഹം ഗർഭം ധരിക്കത്തില്ല. മോഹം ഗർഭം ധരിക്കണേൽ നമ്മളതിനെ ചിന്തയിൽ സ്വീകരിക്കണം, അല്ലെ നമ്മൾ ആ ചിന്തയ്ക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിൻ്റെ അനന്തരഫലം നമ്മുടെ ചിന്തയിൽ മോഹം ഗർഭം ധരിക്കുന്നു, അതവിടെ കിടന്ന് വളരുന്നു. നമ്മളങ്ങനെ അവിടെ വായിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നത് ഉള്ളിലാണ് സംഭവിക്കുന്നത്. പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു എന്ന് പറഞ്ഞാൽ ആ ചിന്തകൾ പ്രവൃത്തിയായിട്ട് നമ്മളിലൂടെ പുറത്തേക്ക് വരുന്നു. അപ്പം നമ്മുടെ സഹോദരന്മാരൊക്കെ ഇന്ന് വിക്ടർ ബ്രദർ വളരെ ഡീപ്പായിട്ട് ആ കാര്യം പറഞ്ഞു. ലൈംഗിക പാപങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ എത്ര അളവിൽ അതിനോടൊക്കെ പോരാടുന്നുണ്ട്. ചർച്ചിൽ വന്നിരിക്കുമ്പം പോലും നമ്മുടെ ചിന്തകളിൽ നമ്മളെന്താ ചിന്തിക്കുന്നത്? നമ്മുടെ ശുദ്ധീകരണം ചിന്തയിൽ ആരംഭിക്കുന്നത്, വിശുദ്ധീകരണവും ചിന്തയിൽ ആരംഭിക്കുന്നത്. നമ്മൾ ഒരു കോപത്തിൻ്റെ ചിന്ത വരുമ്പോൾ, ഒരു മോഹത്തിൻ്റെ ചിന്ത വരുമ്പം നമ്മളതിന് വിധേയപ്പെട്ട് കൊടുക്കുകയാണോ, അതിനോട് എതിർത്ത് നിൽക്കുകയാണോ ചെയ്യുന്നത്? ഒരു ഗർഭധാരണത്തിന് അനുവാദം കൊടുക്കാതെ നമ്മൾ എതിർത്ത് നിൽക്കുകയാണോ ചെയ്യുന്നത്? പോരാടി നിൽക്കുകയാണോ ചെയ്യുന്നത്? നമുക്ക് ഈ കാര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ആവശ്യമുണ്ട്. നമുക്കറിയാം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നത്. ആത്മനിറവുള്ള ഒരു വ്യക്തിക്കൊരു ചിന്ത വരുമ്പോഴേ അറിയാം, അവനതിനോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങും ചിന്തയിൽ. ഇവിടെ എബ്രായർ 4 ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം ഇതുവരെ എതിർത്ത് നിന്നിട്ടില്ല. എങ്ങനെ പാപത്തോട് പോരാടുന്നത്? നമുക്കറിയാം, പഴയ നിയമകാലത്ത് അവരുടെ ശത്രുക്കൾ ആശരീയ ശത്രുക്കളായിരുന്നു, മറ്റ് രാജ്യങ്ങളായിരുന്നു. അവർ വാളുകൊണ്ടും വില്ലുകൊണ്ടും അമ്പുകൊണ്ടൊക്കെയാണ് പോരാടിയത്. പക്ഷെ നമ്മുടെ ആന്തരിക ശത്രുക്കളാണ്, നമുക്കവിടെ ആത്മീയ ആയുധങ്ങളാണ് ഉള്ളത്. നമ്മുടെ ചിന്തകളിൽ ഒരു ശുദ്ധീകരണം സംഭവിച്ചിട്ടുണ്ടോ, അതോ ഇന്നും അശുദ്ധ ചിന്തകൾ കൊണ്ട് നിറഞ്ഞ ഒരു ചിന്താമണ്ഡലമാണോ നമുക്കുള്ളത്? മനുഷ്യരുടെ മോഹങ്ങളാണോ നമ്മുടെ ചിന്തകളിൽ മുഴുവൻ? അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3:1 മുതൽ വായിക്കുമ്പം, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊള്ളുവീൻ, ഭൂമിയിലുള്ളതല്ല. നമ്മുടെ ചിന്ത ഇവിടെ കിടക്കുന്നത്. 2 കൊരിന്ത്യർ 11 എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. നമ്മുടെ ചിന്തകളിലാണ് ഈ ഏകാഗ്രതയുള്ളതും, ചിന്തകളിലാണ് പാപം തുടങ്ങുന്നത്. നമ്മൾ ഈ പാപത്തോട് ചിന്തയിലാണ് പോരാടുന്നത്. ഒരു കയ്പിൻ്റെ ചിന്ത വരുമ്പം അതിനെ നമ്മൾ സ്വീകരിക്കുന്നില്ല, അതിനെ എതിർത്ത് നിൽക്കുന്നു. ഒരു മോഹത്തിൻ്റെ ചിന്ത വരുമ്പം നമ്മൾ റോമർ 13:14 വായിക്കുന്നുണ്ടല്ലോ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഈ ജഡത്തിലുള്ള വരുന്ന ഒന്നിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കേണ്ടത്. നമ്മളെന്താ ചിന്തിക്കേണ്ടതെന്ന് ഫിലിപ്പിയർ 4:8 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽഗുണമോ സൽകീർത്തിയോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കരുതെന്നും എന്ത് ചിന്തിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു പോരാട്ടത്തിലാണോ, അതോ നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണോ? ഒന്നാമത് നമ്മൾ ദൈവസ്നേഹത്തെ അറിയുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ 3:8 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ സകലവും ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. അപ്പം കർത്താവിൻ്റെ പരിജ്ഞാനം നമ്മൾ ഉണ്ടാക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് 2 പത്രോസ് 2:20 പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മോഹം വിട്ടോടിയവർ. അപ്പോൾ ദൈവിക പരിജ്ഞാനത്തിൽ വരും തോറും നമ്മൾ ഈ പാപത്തെ വിട്ടോടാൻ തുടങ്ങും, പാപത്തോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങും. അതാണ് ഇപ്പം ബ്രദർ അനുസരണത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞു. ആ സ്നേഹത്തിൻ്റെ വഴിയിൽ നമ്മൾ നടക്കുമ്പം നമ്മളെപ്പോഴും അനുസരണത്തിനാണ് നമ്മളെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ടിരിക്കും. റോമർ 6 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഹൃദയം കൊണ്ടനുസരിച്ച് അതിൻ്റെ അനന്തരഫലം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നു. ഇപ്പം കർത്താവ് ക്രൂശിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ പറയുമ്പം നാം പാപം സംബന്ധിച്ച് മരിച്ച്
നീതിക്ക് ജീവിക്കേണ്ടതിനാണ് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറിയത്. അപ്പോൾ നമ്മൾ ആ സ്നേഹത്തെ കൂടുതൽ അറിയും തോറും ഈ പാപത്തെ വിടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന പാപങ്ങൾ, ആ സ്നേഹം നമ്മൾ കൂടുതൽ അറിയും തോറും, അല്ല കർത്താവിനെ കൂടുതൽ അറിയും തോറും നമുക്കത് വിട്ടുകളയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ആരും പറയേണ്ട നമ്മളോട്, നമ്മൾ സ്വയമായി തന്നെ വിട്ടുകളഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ വിശുദ്ധീകരണത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് 1 യോഹന്നാൻ 3:3 പറയുന്നത്, അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. കുഞ്ഞാണ്ട കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. വെളിപ്പാട് 19. അപ്പം ചർച്ചിനുള്ളിൽ ഈ ഒരുക്കുന്നവരെ സഹായിക്കുന്നൊരു പ്രക്രിയ സഭയിൽ നടക്കുന്നത്. അപ്പം നമുക്കിന് മനസ്സുണ്ടോ എന്നുള്ള ചോദ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളെ ഗൗരവത്തിൽ എടുക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ പാപത്തിൽ തുടരുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. ദാനിയേൽ 12 ഇങ്ങനെ വാക്യമുണ്ട്, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. മറ്റുള്ളവരെ നീതിയിലേക്ക് തിരിക്കുന്ന ചിന്തകളാണോ നമ്മളിലുള്ളത്? അത് മറ്റുള്ളവരെ പാപത്തിൽ പെടുത്തുന്ന ചിന്തകളാണോ നമ്മുടെ ഉള്ളിലുള്ളത്? കുറ്റപ്പെടുത്തൽ, പരാതി, കയ്പ്, വെറുപ്പ്. ആദ്യം നാം നമ്മെ തന്നെ നീതിയുടെ വഴി നടത്താൻ അഭ്യസിപ്പിക്കുന്നു, മറ്റുള്ളവരെ നമ്മൾ നീതിയിലേക്ക് തിരിക്കുന്നു. നമ്മളെ കണ്ട് നമ്മൾ അനേകർക്ക് ഒരു വെല്ലുവിളിയായി തീരുന്നു. ആ ഒരു നിലയിൽ നമ്മളെ പണിത്, ഒരു ശരീരമായിട്ട് പണിത്, ബ്രദർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവിന് മുമ്പിൽ ഏലിയാവിൻ്റെ ആത്മാവോടെ നിന്ന് സഭയെ ഒരുക്കാന്നുള്ള പ്രക്രിയക്കായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ദൈവസ്നേഹത്തെ അന്വേഷിക്കുക, അതറിയാനുള്ള ഒരു അന്വേഷണത്തിലായിരിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഈ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്താണെന്ന് നീ എന്നെ ഗ്രഹിപ്പിക്കണം. ഇല്ല, കഴിഞ്ഞ ദിവസം ജോജി ബ്രദറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച്. ദൈവസ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം, ഉയരം. നമ്മൾ ആ ഒരു തലത്തിൽ ദൈവത്തെ അന്വേഷിക്കുകയും നമ്മളെ തന്നെ സമർപ്പിക്കുകയും ആത്മാവിനാൽ നിറയപ്പെടുകയും ആത്മാവിൻ്റെ പിന്നാലെ നടക്കുകയും ആത്മാവിൻ്റെ ശബ്ദം നിരന്തരമായിട്ട് കേട്ട് നടക്കുകയും ചെയ്യുന്നിടത്ത് നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ ലജ്ജൂടാത്ത മുഖത്തോടെ അവനെ എതിരേൽക്കാനായിട്ട് കഴിയും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.